അവയവ മാഫിയ സംഘത്തിൽ നിന്ന് തിരുവനന്തപുരം കടക്കാവൂർ സ്വദേശിയായ യുവതി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ജോലിക്കെന്ന വ്യാജേന എറണാകുളത്തെത്തിച്ച വൈദ്യപരിശോധന നടത്തി. സുഹൃത്തായ ആറ്റിങ്ങൽ സ്വദേശി രതീഷ് സുശീലനാണ് അവയവ കച്ചവട സംഘത്തിലേക്ക് എത്തിച്ചത്. കാര്യം മനസ്സിലാക്കി പിന്മാറാൻ ശ്രമിച്ചപ്പോൾ പരിശോധനകൾക്ക് ചെലവാക്കിയ വൻ തുക വേണമെന്നാവശ്യപ്പെട്ടെന്നും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതി പറഞ്ഞു. അവയവ കച്ചവട സംഘത്തിൽ നിന്ന് നേരിട്ട പീഡനങ്ങളും ദുരനുഭവങ്ങളും യുവതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എൻ്റെ കാര്യമായിട്ട് രതീഷ് കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. ഹോസ്പിറ്റലേഴ്സാണ്, ഗൾഫിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷമാണ് അവിടെ ചെന്ന് എന്ന് വെച്ചാൽ ഈ അവയവത്തിൻ്റെ കച്ചവടക്കാരെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ജോബല്ലേ, ഹോസ്പിറ്റലിൽ പല ആൾക്കാരും വരും, ആ രീതിയിലാണ് കണ്ടുമുട്ടിയത്. ഇപ്പോഴാണ് ഇത് അവയവ മാഫിയ സംഘമാണെന്ന് അറിഞ്ഞത്. ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ തമ്മിൽ ഇതിനെ ചൊല്ലിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. കാരണം തിരിച്ച് എനിക്ക് പുറത്തും പറയാൻ പറ്റുന്നില്ല, സ്വന്തമായിട്ട് എനിക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റണില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇവിടെ എത്തണം, ഇത് ആരോടും പറയാനും പറ്റില്ല, ഇതൊന്നും മാറുകയും ചെയ്യണം എന്ന് വിചാരിച്ച് ആശുപത്രിയിൽ കൊണ്ട് ഈ ചെക്കപ്പ് നടത്തി പറഞ്ഞിരുന്നില്ലേ? അപ്പോഴറിയാൻ കാരണം കോവിഡ് കഴിഞ്ഞുള്ള ഒരു ക്യാപ്പ് വന്നതിന് ശേഷം നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് ചെല്ലുമ്പോൾ ഏതൊരു ജോലിക്ക് ചെന്നാലും ഒരു ടെസ്റ്റ് നടത്തും സ്വാഭാവികമായിട്ട്. അപ്പം ഞാനും അതേ കരുതിയുള്ളൂ. എടുക്കാനാണെന്ന് അറിഞ്ഞത് അവിടെ ചെന്ന് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അതായത് ഓരോ ടെസ്റ്റുകളുണ്ട്. ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഇവൻ തന്നെ പറഞ്ഞ് ഇങ്ങനെ വേറെ 2 ടെസ്റ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നതേ ചോദിച്ചോളൂ, നമ്മളൊരു ജോലിയുടെ കാര്യമായിട്ട് വന്നാൽ അത് എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പം ഇല്ല, അതിങ്ങനെ ഹോസ്പിറ്റലല്ലേ. ഇവ അങ്ങ് ഒഴിഞ്ഞു മാറിയപ്പോഴും അപ്പോഴൊന്നും എനിക്ക് സംശയം തോന്നില്ല. അതിനൊക്കെ ശേഷമാണ് പിന്നീട് ആണ് സംശയം വന്നത്. എനിക്ക് സാമ്പത്തിക ഇടപാടൊന്നുമില്ല. ഇനി അവൻ എന്നെ കൊണ്ട് കാണിച്ച് കാശ് പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ 1 രൂപ പോലും ആരുടെയും കയ്യിൽ നിന്ന് മേടിച്ചിട്ടില്ല. ഭീഷണി അവർക്ക് ഇത്രയും ട്രീറ്റ്മെന്റ്, അതായത് എനിക്ക് സ്കാനിങ് ചിലവായ കാശ് കൊടുക്കണം, ഇത്ര ഒരു തുക കൊടുക്കണം, അല്ലെങ്കിൽ അവർ ചേർത്തല വരെ എത്തിയിട്ടുണ്ട്, ഇപ്പം വീട് കയറി വരും, അവരങ്ങനെ ചെയ്യും. ഭീഷണി, വധഭീഷണി തന്നെയായിരുന്നു. പോലീസിലെത്തുന്നത് പിന്നെ ഇവൻ ഈ ഭീഷണി വിട്ടിട്ട് സ്നേഹമായിട്ട് വന്ന് ചോദിച്ചു, അമ്മ ഇവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ജോലിക്ക് പോയതാ, ഇങ്ങനെ ഒരു പ്രശ്നം ഒന്നും എൻ്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല. അപ്പോഴത്തേക്കും ഞാൻ അമ്മയോട് വിളിച്ച് ചോദിച്ചു, അമ്മ എവിടെ നിൽക്കുക? അപ്പം അമ്മ പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തോട്ട് പോകാം. എന്നിട്ട് അമ്മ സ്ഥലം മാറ്റി പറഞ്ഞിട്ട് പറഞ്ഞു, വലിയൊന്ന് ഹോസ്പിറ്റലിൽ നിൽക്കുക, വലിയൊന്നാകുമ്പോൾ ഇവിടെ അടുത്തല്ലേ. അപ്പോഴത്തേക്ക് പറഞ്ഞു ഇത്രയും പറഞ്ഞ് അവ അപ്പോഴേ കട്ട് ചെയ്തേച്ച് അവ ഇവിടെ വീട്ടിൽ വന്ന് എന്നെ ഉപദ്രവിക്കുകയായിരുന്നു. പിന്നെ ഈ കേസിന് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യത്തിനാണ് കൊണ്ടുപോയെന്നും കിഡ്നി ഇങ്ങനെ അവൻ കൊടുത്തിട്ടുണ്ടെന്ന്, എൻ്റെതും സർജറിക്ക് വേണ്ടിയാണ് അവൻ കൂട്ടിക്കൊണ്ട് അവൻ തന്നെ സ്റ്റേഷനിൽ കൊടുത്തി. കിഡ്നി കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സമ്മതപത്രം വേണം, വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളത്. അതൊക്കെ ഇവർ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. അത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊന്നും എടുക്കാൻ പറ്റത്തില്ല. എന്നോട് പറഞ്ഞു അതിലൊന്നും കുഴപ്പമില്ല, അത് കാശ് കൊടുത്താൽ മതി, അവൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു, രതീഷ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അറസ്റ്റിലായ നജ്മുദ്ദീൻ ശശി ഇവരാണോ ഈ പ്രധാന കണ്ണികൾ? ഇതിനെ അറിയാമോ? അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരാൾ മാത്രമേ എന്നോട് മിണ്ടിയിട്ടുള്ളൂ. കാരണം ബാക്കി എല്ലാം രതീഷ് മുഖേനയാണ്. രതീഷിനെ അറിയാവൂ, കറക്റ്റ് ആൾക്കാരെയും സംസാരിക്കുന്നത്, കാശ് വാങ്ങിക്കുന്നത് എല്ലാം രതീഷിൻ്റെ ഇതിലാണ്. ഇവരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ്, അല്ലെങ്കിൽ അതിൽ പേടിച്ചിട്ടാണ് പോയത് അല്ലേ? ആശുപത്രി പേടിച്ചിട്ട് തന്നെയാണ് രണ്ടാമത് പോയത്. കാരണം കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പിന്മാറി. രണ്ടാമത് സ്വയം ജീവഭീഷണി ഉള്ളതുകൊണ്ട് തന്നെയാണ് പോയത്. രതീഷ് ഈ കിഡ്നി കൊടുത്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു, അതറിയാമോ? അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് സർജറി നടന്നോ ഇല്ലേന്ന് എനിക്കറിയത്തില്ല. അവരുടെ അമ്മയാണ് പോലീസ് വന്നപ്പോൾ ഈ കാര്യം പുറത്ത് പറയുന്നത് ആദ്യമായിട്ട്. ഒരു പെട്ടെന്ന് കാശുണ്ടായത് മാത്രമേ അറിയൂ, അതെവിടെ നിന്നാണെന്നും അറിയത്തില്ല. പെട്ടെന്ന് അവരെ കടം തീർക്കുന്നു, വീടെടുക്കുന്നു, വണ്ടി എടുക്കുന്നു, അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്? ഡോക്ടർമാർ എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞപ്പോൾ എനിക്ക് ഫുള്ള് സപ്പോർട്ടായിരുന്നു. കാരണം ഞാൻ പെട്ടുപോയതാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായതുകൊണ്ട് അവർ സത്യം പറഞ്ഞാൽ നല്ല ഒരു പെരുമാറ്റ രീതിയിൽ എന്നെ ഒഴിവാക്കുമായിരുന്നു. എങ്ങനെയാണ് ഈ സർജറിയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നത്? അതിലേക്ക് എത്താതെ സർജറിയിൽ നിന്ന് എനിക്ക് എല്ലാ ടെസ്റ്റിലും പെർഫെക്റ്റ് ഓൾറേറ്റ് ആണ്, അവയവത്തിനൊന്നും യാതൊരു വക പ്രശ്നമില്ല. ലാസ്റ്റ് ഘട്ടത്തിലായപ്പോൾ കുറേ ബ്രേക്കപ്പ് ആയിട്ടാണ് ഞാൻ വീണ്ടും ഇവരെ ഭീഷണിക്ക് വഴങ്ങി പോകുന്നത്. 4 മാസങ്ങൾക്ക് കഴിഞ്ഞ് അപ്പോൾ വീണ്ടും ഒന്നുകൂടി ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തീർന്നപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഒരു മഞ്ഞയുടെ ചെറിയ ഇൻഫെക്ഷൻ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ തന്നെയാണ് ഒഴിവാക്കിയത്. എന്നിട്ട് പോലും സമ്മതപത്രം കൊടുപ്പിച്ച് എന്നെ കൊണ്ട്, അതായത് ഇപ്പം അറസ്റ്റിലായ ആ കനം കുറഞ്ഞിട്ട് ഒരാൾ ഈ രതീഷും കൂടെ ചേർന്ന് ഭീഷണിപ്പെടുത്തി എൻ്റെ സ്വന്തം റിസ്കിൽ കൊടുക്കാമെന്ന് ഞാൻ ഏൽക്കേണ്ടി വന്ന്. ഒരാൾ കൊല്ലുമെന്നുള്ള ഭീഷണി, അടുത്തത് കേസുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഞാൻ എൻ്റെ കാര്യം നോക്കി വീട്ടിൽ ഇരുന്ന് എന്നെയാണ് വന്ന് വീണ്ടും ഉപദ്രവിച്ചത്. ഇപ്പൊ അറസ്റ്റിലായ 2 പേര്, ആ 2 പേരെ നേരത്തെ പരിചയമുണ്ടോ, അല്ലെങ്കിൽ ഇവർ സ്ഥിരമായി ഇത് ചെയ്യുന്ന ആളുകളാണോ? അങ്ങനെ എനിക്ക് രതീഷ് മുഖേനുള്ള പരിചയമാണ്, അല്ലാതെ എനിക്ക് ഫുള്ളായിട്ട് ആ നാടോ
നാട്ടുകാരോ ആളെയൊന്നും എനിക്കറിയത്തില്ല. കനം കുറഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ, ഇപ്പം അറസ്റ്റിലായ ആ ആള് എന്തായാലും ഇതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം രതീഷിനെ പോലെ തന്നെയാണ് അയാളും ഭീഷണിപ്പെടുത്തിയത്. അടിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നെ. ആ രീതിയിലാണെങ്കിൽ തിരിച്ച് എങ്ങനെ എത്തിയെന്ന് ഭഗവാന് മാത്രമേ അറിയാവൂ. പിന്നെ തിരിച്ച് ചെല്ലാത്തോണ്ടായിരിക്കും അവൻ എന്തെങ്കിലും ഇതൊന്ന് ഉപയോഗം ഉണ്ടായിരിക്കും. അതായിരിക്കും അവൻ വീട്ടിൽ വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. കിഡ്നി ഞാൻ കൊടുക്കുമെന്ന് കരുതി പുള്ളിക്കാരൻ കാശ് മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ബിന്നിൽ ലീല സാബുണ്ട് വിശദാംശങ്ങളുമായി. ബിന്നിൽ, അതീവ ഗുരുതരമായ വാർത്തയാണ്. നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നിർബാധം ഈ അവയവ മാഫിയ ഇപ്പോഴും ഇവിടെ തുടരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ വലിയ ഒരു സംഘമാണ് ഉള്ളത്. ഇപ്പോൾ തന്നെ പോലീസിന്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതിൽ പ്രധാനം ഈ വർക്കല ASP ആണ് അന്വേഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അവർ ഒരു ലിസ്റ്റ് തന്നെ ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 10 പേരുടെ ഒരു ലിസ്റ്റാണ് തയ്യാറാക്കിയത്. ചിത്രമടക്കം ഈ യുവതിയെ കാണിക്കുകയും ചെയ്തു. ഈ യുവതി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു വന്ന ആളാണ്. ആറ്റിങ്ങൽ കടയ്ക്കാവൂർ സ്വദേശിനിയാണ്. ഇവരുടെ സുഹൃത്ത് രതീഷ് എന്ന ആളാണ് ഈ അവയവ മാഫിയ സംഘത്തിലേക്ക് യുവതി എത്തിക്കുന്നത്. ഇവർക്ക് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തു രതീഷ്. അതിനുശേഷം അതിന്റെ ഈ വൈദ്യപരിശോധന എറണാകുളത്തുണ്ട് എന്ന് പറഞ്ഞാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ സ്വകാര്യ ആശുപത്രിയിൽ വിവിധ പരിശോധനകൾ യുവതിക്ക് നടത്തി. ഈ പരിശോധനകൾ കൂടുതൽ കടന്നപ്പോൾ, അതായത് പലവിധ പരിശോധന, MRI, CT സ്കാൻ അടക്കം നടത്തി. അപ്പോൾ യുവതിക്ക് സംശയം തോന്നി. പിന്നീടാണ് ഇത് അവയവ കച്ചവട സംഘമാണ് എന്ന് അറിയുന്നത്. പക്ഷേ അപ്പോഴേക്കും ഇവർ ഭീഷണി തുടങ്ങിയിരുന്നു. രതീഷാണ് പ്രധാനമായും ഭീഷണിപ്പെടുത്തിയത്. അതായത് ഈ ചെക്കപ്പിനടക്കം പണം വൻതുക ചെലവായിട്ടുണ്ട്, അതുകൊണ്ട് ആ തുക തിരിച്ചു നൽകണം എന്ന ഭീഷണി തുടർന്നു. അതിനുശേഷമാണ് രണ്ടാമത് യുവതി, കഴിഞ്ഞ വർഷം ജൂലൈ മാസമാണ് ആദ്യമായി ഈ യുവതി ഈ പരിശോധനകൾക്ക് എറണാകുളത്തേക്ക് പോകുന്നത്. പിന്നീട് ഈ വർഷം ജനുവരിയിലും പരിശോധനകൾക്കായി പോയി. അത് ഭീഷണിക്ക് വഴങ്ങിയാണ് അവിടേക്ക് പോയതെന്നാണ് യുവതി പറയുന്നത്. നിലവിൽ 2 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. അതായത് രതീഷിന് പുറമെ ഈ സംഘത്തിലെ പ്രധാന കണ്ണികളായ 2 പേർ, മലപ്പുറം വളാഞ്ചേരി സ്വദേശികളായ നജമുദ്ദീൻ, ശശി എന്നീ 2 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇവർ വഴിയാണ്, മുഖാന്തരമാണ് ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ യുവതി എത്തുന്നത്. അവരുടെ ഭീഷണി വഴങ്ങിയാണ് രണ്ടാമതും ഇവിടേക്ക് എത്തിയത്. പക്ഷേ യുവതി ഏറ്റവും ഒടുവിലത്തെ പരിശോധനയിൽ ഇവരുടെ കരളിന് ചെറിയ ഒരു പ്രശ്നം കണ്ടെത്തി. അതുകൊണ്ട് അവയവദാനം നടത്താം, പക്ഷേ അത് സ്വന്തം റിസ്കിലായിരിക്കണം എന്ന് ഇവരോട് പറഞ്ഞു. അതിൽ ഇവർ തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് ഇവർ പൂർണ്ണമായും ഇതിൽ നിന്നും പിന്മാറിയത്. അതിനുശേഷം ഈ രതീഷ് വീട്ടിലേക്കെത്തി, കടയ്ക്കാവൂരിലെ വീട്ടിലേക്കെത്തി ഇവരെ ഭീഷണിപ്പെടുത്തി, കൊലപ്പെടുത്തുമെന്നവരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഈ യുവതി പറയുന്നത്. പിന്നീടാണ് പോലീസ് സ്റ്റേഷനിലെത്തി ഇവർ പരാതി നൽകുന്നത്. പരാതിക്ക് ശേഷം രതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ കാര്യങ്ങൾ അറിഞ്ഞത്. രതീഷും കിഡ്നി വിറ്റിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അത് യുവതിക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് പറയുന്നത് ഇയാൾ കിഡ്നി വിറ്റ് പണം സമ്പാദിച്ചിട്ടുണ്ട്, യുവതിയുടെ കിഡ്നി വിറ്റ് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും ഇയാൾ ശ്രമിച്ചു, ആ പണം വാങ്ങിയിട്ടുണ്ട് എന്ന സംശയം യുവതിക്കുണ്ട്. പോലീസിൽ നിന്ന് പറയുന്നത് ഇയാൾ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് യുവതി പിന്നീട് ഈ കിഡ്നി കൊടുക്കാൻ തയ്യാറാകുന്നതോടെയാണ് ഭീഷണി വലിയ രീതിയിൽ തുടരുന്നതും വീട്ടിലേക്കെത്തി ഈ ഭീഷണി തുടരുകയും ചെയ്തത്. പിന്നീടാണ് യുവതി പോലീസിൽ പരാതി നൽകി ഈ അന്വേഷണത്തിൽ കൂടുതൽ സംഘത്തെ കണ്ടെത്തിയത്. 10-ലധികം പേർ വരുന്ന സംഘമുണ്ട് എന്നാണ് പോലീസിന് സംശയം. നിലവിൽ 10 പേരുടെ ചിത്രങ്ങളടക്കമുള്ള 10 പേരുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് യുവതിയെ കാണിക്കുകയും ചെയ്തു. എന്തായാലും വലിയ ഗുരുതരമായ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് യുവതി നടത്തിയിട്ടുള്ളത്. ഇവർ സമാന കുറ്റകൃത്യം മുൻപും ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അത് യുവതിക്കും സംശയമുണ്ട്. ഈ കൂട്ടത്തിൽ പ്രധാന പ്രതികളായ നജമുദ്ദീൻ, ശശി എന്നിവർ കൃത്യമായി ഇതിന്റെ കാര്യങ്ങൾ യുവതിയോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സംസാര ഭാഷയിലടക്കം നോക്കുമ്പോൾ അവർ മുൻപും സമാന കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നാണ് യുവതിക്കുള്ള സംശയം. മാത്രമല്ല പോലീസും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ പ്രതികളിലേക്ക്, അറസ്റ്റിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിനില, അതോടൊപ്പം ഈ ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പാണ്, ഈ മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ മുതലെടുക്കുന്നത് പോലെയുള്ള തട്ടിപ്പ്. ഇത് പരിശോധന നടത്തണമെന്ന് പറഞ്ഞ ഘട്ടത്തിൽ തന്നെ ഈ യുവതിക്ക് സംശയം തോന്നി എന്നുള്ളതാണോ? തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ യുവതിക്ക് സംശയം ഉണ്ടായിരുന്നില്ല. കാരണം വിദേശത്തേക്ക് പോകുമ്പോൾ ഈ പലവിധ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതിന്റെ പരിശോധനയാണ് എന്നാണ് യുവതി കരുതിയത്. പിന്നീട് ഈ ആശുപത്രിയിലെ ചില ആളുകളും ഇവരോട് സംശയം പ്രകടിപ്പിച്ചു. അങ്ങനെയാണ് ഇത് തന്റെ കിഡ്നി എടുത്തു മാറ്റാനുള്ള ശ്രമമാണെന്ന് സംശയിച്ചത്. ഈ 4 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ടെസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ. മാത്രമല്ല ഈ പലവിധ സമ്മതപത്രങ്ങൾ ഇതിന് ആവശ്യമുണ്ട്, പല രേഖകൾ ആവശ്യമുണ്ട്. പക്ഷേ അതൊക്കെ കൃത്രിമമായി ഉണ്ടാക്കാം എന്നൊരു ധാരണയിലായിരുന്നു
ഈ പ്രതികൾ ഉണ്ടായിരുന്നത്. ഈ യുവതിയുടെ സമ്മതം എന്തായാലും ഇതിന് വേണം. പിന്നീട് ഈ സംശയം യുവതി പ്രകടിപ്പിക്കുന്നത് ഈ സംഘത്തിലേക്ക് യുവതി എത്തിച്ച സുഹൃത്തായ രതീഷ് സുശീലിനെ ആണ് ഈ ആദ്യം സംശയം പ്രകടിപ്പിക്കുന്നത്. പിന്നീട് ഇയാളത് യുവതിയോട് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും വലിയ തുക ഇവരുടെ വൈദ്യപരിശോധനകൾക്കും വേണ്ടി മുടക്കിയിട്ടുണ്ട് എന്നാണ് ഈ രതീഷ് സുശീലൻ ഈ യുവതിയോട് പറഞ്ഞത്. ഒന്നുകിൽ അത് തിരിച്ചു നൽകാൻ തയ്യാറാകണം. പക്ഷേ യുവതി സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആളാണ്. വീടൊക്കെ ചെറിയ വീടും പരിമിതമായ സൗകര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. വലിയ സാമ്പത്തിക ബാധ്യതയും ഇവർക്കുണ്ട്. അങ്ങനെ അവരുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ രതീഷ് സുശീലൻ ഈ സംഘത്തിലേക്ക് യുവതിയെ എത്തിച്ചത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ പരിശോധനയ്ക്ക് ശേഷം ഇവർ ഇടയ്ക്കിടയ്ക്ക് ചില അസുഖങ്ങളുണ്ടെന്ന് പറയും. അപ്പോൾ ഈ സ്കാനിംഗ് ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഇവർ പിന്മാറാൻ ശ്രമിച്ചു. പിന്നീടും ഈ ഭീഷണി വലിയ രീതിയിൽ തുടർന്നു. അതായത് ഇത്ര തുക വേണം എന്ന് ആവശ്യപ്പെടുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവായിട്ടുണ്ട്. നിലവിൽ കിഡ്നി കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ആ തുക തിരികെ നൽകണം, ഇല്ലെങ്കിൽ അവർ വീട്ടിലേക്ക് വരും, പ്രശ്നമുണ്ടാക്കുമെന്ന് രതീഷ് സുശീലൻ അറിയിച്ചു. മാത്രമല്ല കഴിഞ്ഞ ജൂലൈ 30-ാം തീയതി അവസാനം ഏറ്റവും ഒടുവിൽ രതീഷ് വീട്ടിൽ ഭീഷണിപ്പെടുത്തുമ്പോൾ പറഞ്ഞത് ഈ സംഘത്തിലെ ആളുകൾ ഇവർ ഈ ചേർത്തല വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, വീട്ടിലേക്ക് കടക്കാവൂരിലേക്ക് എത്തും, അത് വലിയ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് ഒന്നുകിൽ ഇത് കിഡ്നി കൊടുക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ പണം കൊടുക്കാൻ തയ്യാറാകണമെന്ന് ഭീഷണിപ്പെടുത്തി. ഒരു ഘട്ടത്തിൽ ഈ യുവതി വഴങ്ങാതായതോടെ പിന്നീട് ഭീഷണി മാറ്റി സ്നേഹപൂർവ്വം സംസാരിച്ചു എന്നാണ് രതീഷ് സ്നേഹപൂർവ്വം സംസാരിച്ച് വീണ്ടും കിഡ്നി കൊടുക്കാൻ വേണ്ടിയുള്ള നിർബന്ധം കാണിച്ചു എന്നാണ് യുവതി പറയുന്നത്. പക്ഷേ അപ്പോഴേക്കും ഈ ഭീഷണി വലിയ രീതിയിൽ കൂടി വന്നതോടുകൂടിയാണ് ഈ യുവതി കടക്കാവൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഇത്തരത്തിൽ ഒരു പരാതി നൽകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പരാതിയിൽ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉണ്ടായിരുന്നില്ല. ഒരു സൂചന മാത്രമേ പോലീസിന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അന്വേഷണം വ്യാപിപ്പിച്ചു. രതീഷിനെ കസ്റ്റഡിയിൽ എടുത്തതോടെയാണ് ഇതിൽ കൂടുതൽ പ്രതികളുണ്ട്, ഇത് വലിയൊരു മാഫിയ സംഘമാണെന്ന് പോലീസിന് വ്യക്തമായത്. ആ സൂചനകൾ രതീഷിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചു. അപ്പോൾ ഇപ്പോൾ അറസ്റ്റിലായ 2 പ്രതികൾ നജമുദ്ദീനും ശശിയും ഇവരുമായി കോൺടാക്ട് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. മാത്രമല്ല മറ്റ് ചില ആളുകളുമായും കോൺടാക്ട് ചെയ്തിരുന്നു. ഇവരുടെ എല്ലാം ഫോൺ രേഖകൾ പരിശോധിച്ചു. അതോടൊപ്പം തന്നെ വിവിധ തെളിവുകൾ പോലീസ് ശേഖരിച്ചു. പിന്നീടാണ് ഈ 2 പ്രതികളെ വളാഞ്ചേരിയിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇവരെയും വിശദമായി പോലീസ് ചോദ്യം ചെയ്തു. അതായത് ഇവരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ഇവരെ വിശദമായി ചോദ്യം ചെയ്തു. അതിലാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിയത്. പോലീസിന്റെ കൈവശം നിലവിലുള്ളത് 10 പേരുടെ ഒരു ലിസ്റ്റാണ്. കൃത്യമായി ഈ ഫോട്ടോ സഹിതം പോലീസ് ഈ യുവതിയെ സമീപിച്ച് ഈ പ്രതികൾ ഇവരാണോ എന്ന് ആരാഞ്ഞിരുന്നു. പക്ഷേ ഇതിൽ യുവതിക്ക് അറിയാവുന്നത് രതീഷിന് പുറമെ അറിയാവുന്നത് ഈ സംഘത്തിലെ 2 പേരെയാണ്, മറ്റുള്ളവരെ അറിയില്ല എന്ന നിലപാടിലായിരുന്നു പോലീസിനോട് യുവതി പറഞ്ഞത്. പക്ഷേ ഈ സംഘത്തിൽ ഇത്തരത്തിൽ 10ഓളം ആളുകൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വർക്കല ASP ദീപക് ധൻഖറാണ് ഈ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. നമ്മൾ അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പ്രധാന വഴിയിലാണ് ഈ കേസ് ഇപ്പോൾ നിൽക്കുന്നത്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. ആ രീതിയിൽ പ്രതികരണം നടത്താൻ ഈ സന്ദർഭത്തിൽ കഴിയില്ല എന്നാണ് ASP അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും എന്നുറപ്പാണ്. ആ അന്വേഷണ വഴിയിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. ബിനിൽ, ഈ അവയവ മാഫിയ പലതരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചാണ് ഈ ഇരകളിലേക്ക് എത്തുക. അവരുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്യുക. ഇതൊക്കെ നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതും നിരവധി കണ്ടെത്തലുകളും തെളിവുകളും അടക്കം പുറത്തുവിട്ടിട്ടുള്ളതും ഒക്കെയാണ്. 10 പേരടങ്ങുന്ന സംഘമെന്നാണ് പോലീസ് കണ്ടെത്തൽ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ അറസ്റ്റിലായവർ, റിമാൻഡിലുള്ള രതീഷ്, ഇവരൊക്കെ എന്താണ്, ഇവരിൽ നിന്നൊക്കെ എന്തൊക്കെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്? അന്വേഷണം ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുൻപും ഈ അവയവക്കടത്ത് അല്ലെങ്കിൽ അവയവ മാഫിയ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചതാണ്. അന്വേഷണം നടന്നതുമാണ്. പക്ഷേ അതൊന്നും കാര്യക്ഷമമായി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ യുവതിയുടെ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ പ്രതികളിൽ നിന്നും നിർണായകമായ പല വിവരങ്ങളും പോലീസ് ലഭിച്ചിട്ടുണ്ട്. അതായത് ഇവർ ഏത് രീതിയിലാണ് പണം സമ്പാദിക്കുന്നത്, ഇതിൽ ആശുപത്രികൾക്ക് പങ്കുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. നിലവിൽ ഈ യുവതി പോയ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിക്ക് ഇതിൽ പങ്കില്ല എന്നാണ് യുവതി പറയുന്നത്. ഈ ആശുപത്രിയിലെ ഡോക്ടർമാരടക്കം ഈ സംഭവം അറിഞ്ഞപ്പോൾ യുവതിയെ ജോലിക്കായി കൊണ്ടുവന്ന അവയവ മാറ്റം നടത്താൻ ശ്രമിച്ചതാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർ ഈ യുവതിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തതെന്നാണ് യുവതി പറയുന്നത്. പിന്നീട് ഈ ഭീഷണി തുടർന്നപ്പോഴാണ് രണ്ടാമത് സ്വമേധയാ യുവതി പോകുന്നതും കിഡ്നി കൊടുക്കാൻ തയ്യാറാകുന്നതും. പക്ഷേ അപ്പോഴേക്കും അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു, സ്വന്തം റിസ്കിൽ കൊടുക്കേണ്ടി വരും എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. അപ്പോഴാണ് യുവതി പിന്മാറുന്നത്. പിന്നീട് ഭീഷണി തുടർന്ന് ഈ പരാതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതടക്കം കാര്യങ്ങൾ ഉണ്ടായത്. എന്തായാലും ഈ 10 പേർ പ്രതികളായി പോലീസ്
പോലീസിന് മുന്നിലുണ്ട്. അതിൽ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ ഈ യുവതിയെ എത്തിച്ച ആൾ മാത്രമാണ് രതീഷ്. ബാക്കി 2 പേരാണ് ഇതിലെ മുഖ്യ കണ്ണികളെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ മാത്രമല്ല, കൂടുതൽ പ്രതികളുണ്ട്. സമാന കുറ്റകൃത്യം മുൻപും ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഇവർ വളാഞ്ചേരി സ്വദേശികളാണ്. യുവതി ഇപ്പോൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ കടക്കാവൂർ സ്വദേശിയാണ്. ഇങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ ഈ അവയവ കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ആവശ്യമുള്ള ആളുകൾ അവരിൽ നിന്നും വലിയ വൻതുക ആവശ്യപ്പെടും. അതിനുശേഷം ഈ ദാതാക്കളായിട്ടുള്ള ആളുകൾ അവർക്ക് ചെറിയ തുകയാണ് നൽകുക. അങ്ങനെ ഇടനിലക്കാരായി നിന്ന് വലിയ സാമ്പത്തിക ലാഭം ഇവർ ഉണ്ടാക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തൃശ്ശൂരിൽ സമാനമായ സംഭവം അല്പനാൾ മുമ്പ് നടന്നിരുന്നു. അവിടെ ഈ ദാതാവായ യുവതിക്ക് ലഭിച്ചത് 50,000 രൂപ മാത്രമാണ്. വലിയ തുകയാണ് ഈ ആവശ്യക്കാരിൽ നിന്നും ഇടനിലക്കാർ വാങ്ങിച്ചെടുത്തത്. വെറും 50,000 രൂപ യുവതിക്ക് കൊടുക്കുകയും അവർ ഒഴിവാക്കുകയും ചെയ്തു. പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഈ കേസിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സമാനമായ കേസുകൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി പോലീസ് നടപടി അത്ര കാര്യക്ഷമമായി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഇപ്പോൾ യുവതിയുടെ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നതും. എന്തായാലും സമാന കുറ്റകൃത്യം മുൻപും ഇവർ ചെയ്തിട്ടുണ്ട്. വലിയ സാമ്പത്തിക ലാഭം ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല, യുവതി ഈ പ്രതികളിൽ ഒരാളെ നേരിട്ട് എറണാകുളത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അതിൽ ഒരു മുന്തിയ കാറിൽ വന്നാണ് ഇദ്ദേഹം കണ്ടത് എന്നാണ് യുവതി പറയുന്നത്. മാത്രമല്ല, ഈ കിഡ്നി വിറ്റ രതീഷ്, ഇപ്പോൾ യുവതിയെ ഈ സംഘത്തിലേക്ക് എത്തിച്ച രതീഷിന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ട്. അത് ഇതിൽ നിന്നാണോ എന്ന് അറിയില്ല എന്നാണ് യുവതി പറയുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ഇയാൾ കിഡ്നി വിറ്റിട്ടുണ്ട്. മാത്രമല്ല, യുവതിയെ ഈ സംഘത്തിലേക്ക് എത്തിച്ച് കൂടുതൽ പണം ഉണ്ടാക്കാൻ ഇയാൾ ശ്രമിച്ചിട്ടുണ്ട്. മറ്റാരെങ്കിലും ഇത്തരത്തിൽ ഈ സംഘത്തിലേക്ക് എത്തിക്കാൻ ഇയാൾ ശ്രമിച്ചിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതുകൊണ്ടാണ് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഈ അന്വേഷണ സംഘം എത്താത്തത്. എന്തായാലും കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബിനിൽ ലീല സാബു.